ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഹിന്ദി സാഹിത്യത്തിലെ ആദ്യകാലിനെക്കുറിച്ചാണ്. ആദ്യകാലിലെ വിവിധ പരിസ്ഥിതികളെക്കുറിച്ചും അവയുടെ നാമകരണത്തെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഹിന്ദി സാഹിത്യത്തിൽ ആദ്യകാൽ എന്ന് പറയപ്പെടുന്ന കാലം സംവത് 1050 തൊട്ട് 1375 സംവത് വരെയാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ആദ്യകാൽ എന്ന സമയത്ത് ഒരുപാട് പരിസ്ഥിതികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പരിസ്ഥിതികൾ എന്ന് സൂചിപ്പിക്കുന്നത് വിവിധ സിറ്റുവേഷൻസിനെയാണ്. ആ സമയത്ത് എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ രാജനീതിക് പരിസ്ഥിതിയാം ആണ്. ആദ്യകാലിലെ രാജനീതി പരിസ്ഥിതിയിൽ നമ്മൾ സൂചിപ്പിച്ചു, ആ സമയത്ത് എപ്പോഴും യുദ്ധമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടുത്തെ ഭാരതത്തിലെ രാജാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ തമ്മിൽ ഒരു തരത്തിലുള്ള ഒരു ഒത്തൊരുമയൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് വിദേശി ആക്രമണകാരികളായിട്ടുള്ള മുസ്ലിംസ് ഇവിടെ വരികയും അവർ ഈ രാജാക്കന്മാരോട് യുദ്ധം ചെയ്യുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തു. എന്നതിന് ശേഷം ഇവിടെ മുസ്ലിം ഭരണം സ്ഥാപിക്കപ്പെടുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത് രാജനീതിക് പരിസ്ഥിതിയിൽ. ധാർമ്മിക് പരിസ്ഥിതിയിൽ വരുന്ന സമയത്ത് ഇന്ത്യയിൽ ആ സമയത്ത് ആദ്യകാല സമയത്ത് ബൗദ്ധ, ജൈനി, വൈഷ്ണവ്, ശൈവ മുതലായ സമ്പ്രദായങ്ങളിലും മതങ്ങളിലും വിശ്വസിക്കുന്ന ജനതയുണ്ടായിരുന്നു. പിന്നീട് ഇതൊക്കെ എന്ത് ചെയ്തു, കാലക്രമേണ ഈ ബൗദ്ധധർമ്മ, ജൈനധർമ്മം ഇതൊക്കെ പലതായി സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു. മാത്രമല്ല ഈ ഒരു മതങ്ങൾക്കും അല്ലെങ്കിൽ സമ്പ്രദായങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ളൊരു സാധനാ പദ്ധതി അല്ലെങ്കിൽ ആദർശങ്ങൾ, ഐഡിയൽസ് ഉണ്ടായിരുന്നില്ല. ഉള്ള ആദർശങ്ങളൊക്കെ ഐഡിയൽസൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് ഗ്രാജുവലി. ആ സമയത്ത് അദ്വൈതവാദ് എന്നൊരു ഫിലോസഫി ശങ്കരാചാര്യർ കൊണ്ടുവന്നു. ദക്ഷിണ ഭാരതത്തിൽ ഈ സമയത്ത് ആൾവാർ, നായനാർ ഭക്തന്മാർ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ആൾവാർ എന്ന് പറയുന്ന വൈഷ്ണവ ഭക്തന്മാരും ശൈവ ഭക്തന്മാർ, ശിവഭക്തന്മാരായ നായനാർസും ദക്ഷിണ ഭാരതത്തിൽ ഭക്തിയുടെ ഒരു നല്ല രൂപത്തെ, എല്ലാവർക്കും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു രൂപത്തെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. പക്ഷേ ആ ദക്ഷിണ ഭാരതത്തിലെ ആ ഒരു ഭക്തിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നത് ശരിക്കും ഭക്തികാലത്താണ്. ആദ്യകാലത്ത് അതിൻ്റെ ഇൻഫ്ലുവൻസ് ഒന്നും കാര്യമായിട്ട് ഉണ്ടാകുന്നില്ല. ഇനി സാമാജിക പരിസ്ഥിതിയിലേക്ക് വരുന്ന സമയത്ത് അന്നത്തെ സിറ്റുവേഷൻസ് എന്താണെന്ന് നോക്കിയാൽ ജാതി വ്യവസ്ഥ വളരെ കഠിനമായിട്ടുള്ള സമയമായിരുന്നു അത്. ആളുകൾക്കിടയിൽ ഉയർന്നവർ, താഴ്ന്നവർ എന്നൊരു വേർതിരിവുണ്ടായിരുന്നു. മാത്രമല്ല ആളുകൾക്കിടയിൽ കടുത്ത അന്ധവിശ്വാസവും നിലനിന്നിരുന്നു. ആദ്യകാലത്തിൽ സ്ത്രീകളുടെ അവസ്ഥ അങ്ങേയറ്റം വളരെ മോശമായിരുന്നു. പിന്നെ രാജാക്കന്മാരൊക്കെ അവരുടേതായ ഒരു സുഖലോലുപതയുള്ള വിലാസമായ ജീവനായിരുന്നു അവർ നയിച്ചുകൊണ്ടിരുന്നത്. സാമാന്യ ജനക്ക് ശിക്ഷാക്കി വ്യവസ്ഥ നഥി, സാധാരണ ജനങ്ങൾക്ക് എഡ്യൂക്കേഷൻ നൽകാനുള്ള ഒരു വ്യവസ്ഥയും ഒന്നും ഉണ്ടായിരുന്നില്ല. ഉന്മേ നിർധനത ജ്യാദാത്തി, ആ ആൾക്കാരിൽ, സാധാരണ ജനങ്ങളിൽ ദാരിദ്ര്യം വളരെയധികം ഉണ്ടായിരുന്നു. ഇനി സാഹിത്യക പരിസ്ഥിതിയിലേക്ക് നോക്കുകയാണെങ്കിൽ ആ സമയത്ത് ഒരുപാട് നല്ല നല്ല സാഹിത്യകാരന്മാരുണ്ടായിട്ടുണ്ട്. ഭവഭൂതി, ശ്രീഹർഷ്, ജയദേവ് മുതലായ കവികളൊക്കെ ഈ സമയത്തുള്ളവരാണ്. മാത്രമല്ല കാവ്യശാസ്ത്രത്തിൽപ്പെട്ട കാവ്യശാസ്ത്രികളായിട്ടുള്ള കുന്തക്, മഹിഭട്ട്, ക്ഷേമേന്ദ്ര, വിശ്വനാഥ് മുതലായവരും ഈ യുഗത്തിലെ പ്രധാന ആളുകളാണ്. സംസ്കൃതത്തിൽ മാത്രമല്ല മറിച്ച് അപഭ്രംശ അല്ലെങ്കിൽ ദേശീയ ഭാഷയിലൊക്കെ ജൈന കവികൾ ജൈന സാഹിത്യവും എഴുതുന്നുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ജൈന കവികളായ സ്വയംഭു, പുഷ്പദന്ത്, ധൻപാൽ എന്നിവരൊക്കെ ഈ കാലഘട്ടത്തിലെ പ്രധാന എഴുത്തുകാരാണ്. മാത്രമല്ല ആദ്യകാല മറ്റു കവികളാണ് അമീർ ഖുസ്രോ, അബ്ദുൾ റഹ്മാൻ എന്നിവർ. സാംസ്കൃതിക പരിസ്ഥിതിയിലേക്ക് വരികയാണെങ്കിൽ ആ സമയത്ത് രണ്ട് കൾച്ചർ മിക്സ് ആവുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഈ സമയത്ത് ഹിന്ദു സംസ്കൃതിയും മുസ്ലിം സംസ്കൃതിയും മിക്സ് ആവുന്നു, അവർ കൂടിക്കലരുന്നതായിട്ട് കാണിക്കുന്നത്. അതായത് ഭാരതത്തിലെ പല ഉത്സവങ്ങളിലും പല ആഘോഷങ്ങളിലും നമ്മുടെ ഭക്ഷണ രീതികളിലും ഡ്രസ്സിങ്ങിലും ഒക്കെ ഈ ഒരു മുസ്ലിം കൾച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. തിരിച്ചങ്ങോട്ടും ഹിന്ദു കൾച്ചറിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നുണ്ട്. ഭുവനേശ്വർ, പുരി, ഖജുരാഹോ മുതലായ ടെമ്പിൾസൊക്കെ ഈ ഒരു ആദ്യകാലം ഈ ഒരു സമയത്ത് ഉണ്ടായതാണെന്നാണ് പറയുന്നത്. ആദ്യകാലത്തെ പല വിദ്വാൻമാർ പല പേരിലായിരുന്നു വിളിച്ചിരുന്നത്. അതാണ് നമ്മളിനി നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യകാൽ കാ നാമകരൺ. ഈ ടോപ്പിക്ക് എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഏരിയയാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പ്രാരംഭിക് കാൽ. മിശ്രബന്ധു ആദ്യകാലിനെ പ്രാരംഭിക് കാൽ എന്നാണ് വിളിച്ചത്. നെക്സ്റ്റ് രാംചന്ദ്ര ശുക്ല്, വീർഗാഥാ കാൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാംചന്ദ്ര ശുക്ല് ആദ്യകാലിനെ വീർഗാഥാ കാൽ എന്നാണ് വിളിച്ചത്. നെക്സ്റ്റ് ബച്ചൻ സിംഗ് അപഭ്രംശ് കാൽ.
संधि एवं चारण काल रामकुमार वर्मा, बीज वपन काल महावीर प्रसाद द्विवेदी, सिद्ध सामंत युग രാഹുൽ സാങ്കൃത്യായൻ, ആദികാൽ ഹസാരി പ്രസാദ് ദ്വിവേദി, ആദികാൽ എന്ന് വിളിച്ചത് ഹസാരി പ്രസാദ് ദ്വിവേദിയാണ്. ശ്യാം സുന്ദർ ദാസ് വീർകാൽ യാ അപഭ്രംശകാൽ, വിശ്വനാഥ് പ്രസാദ് മിശ്ര വീർകാൽ, ഗണപതി ചന്ദ്രഗുപ്ത് പ്രാരംഭിക് കാൽ യാ ശൂന്യകാൽ, വാസുദേവ് സിംഗ് ഉദ്ധവ് കാൽ. അപ്പോൾ ഇത്രയും പേരുകളാണ് ആദ്യകാലിൽ പല പല വിദ്വാൻമാർ കൊടുത്തിട്ടുള്ളത്. ആദ്യകാലം എന്ന പേര് കൊടുത്തത് ഹസാരി പ്രസാദ് ദ്വിവേദിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.